തിരുവനന്തപുരം ഭീമാപള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ക്രിമിനൽ കേസ് പ്രതിയായ ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 12:30-ക്ക് ശേഷമാണ് ഈ ഭീമാപള്ളി പരിസരത്തിന് അതിന് ഈ പൂന്തുറ കടപ്പുറത്തിന് അടുത്ത് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പരിസരവാസി തന്നെയായ ഷിബിലി എന്ന ഒരാളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഇയാളുടെ 2 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇയാളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മൃതദേഹം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നിൽക്കുന്ന ഈ കടപ്രദേശത്തിന് ഈ കടലിന്റെ തീരത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് നിന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം ഇവരെ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. ആ വാക്കുതർക്കത്തിനൊടുവിൽ ഇത്തരത്തിലൊരു സംഘർഷം സാധ്യത ഉണ്ടായി. അതിനുശേഷം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ ഷിബിലി എന്ന് പറയുന്നത്. പോലീസ് നിലവിൽ ഇവരുടെ 2 സുഹൃത്തുക്കളായ ഈ ഇനാത്ത് എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ പോലീസ്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ്, അല്ലെങ്കിൽ ആ മുൻവൈരാഗ്യം വാക്കുതർക്കത്തിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷിബിലിയുടെ ശരീരത്തിൽ ഈ മർദ്ദനമേറ്റ പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിന്റെ പരിസരത്ത് നിന്ന് ഒരു ആയുധം ഇവർ കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ആയുധം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ആയുധത്തിൽ ബ്ലഡ് സ്റ്റെയിനോ മറ്റും കണ്ടെടുത്തിട്ടില്ല. ഈ ആയുധം കൊണ്ടുള്ള മുറിവ് ഈ ഷിബിലിയുടെ ശരീരത്തിൽ ഇല്ല എന്നും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇയാളുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഈ തലയിലും നെഞ്ചത്തുമൊക്കെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ നടപടികൾക്ക് ശേഷം ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നതേയുള്ളൂ. സിൽ ഡി ലെസ്ലിക്കൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.